സൂറത്തുൽ അൻകബൂത്തിന്റെ 48-ാമത്തെ വാക്യം, മാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക് ഇദൽ അർതാബൽ മുബ്തിലൂൻ. അങ്ങതിന്റെ മുമ്പിൽ ഒരു പുസ്തകവും വായിച്ചില്ല, ഇതിന്റെ മുമ്പ് ഒരു അക്ഷരം എഴുതിയിട്ടില്ല. അങ്ങനത്തെ റസൂൽ തങ്ങൾക്ക് എങ്ങനെയാണ് നൂറുകണക്കിന് കാര്യങ്ങൾ ഇவ்விதം പ്രവചിക്കാൻ പറ്റുന്നത്? അന്തം വിടണ്ട. ഹാദിഹി സിറാത്തി മുസ്തഖീമ, ഇതാണ് സുതാര്യമായ വിജയത്തിന്റെ മാർഗം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഈ ആദർശമല്ലാതെ മറ്റൊന്നിനെ ജീവിത പദ്ധതിയായി സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അത് പരലോകത്ത് അസ്വീകാര്യമാകുന്നു. നിസ്കാരം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദർശമായി മാറുന്നത് അതുകൊണ്ടാണ്. അള്ളാഹു ആകുന്ന ബോധത്തിലേക്ക് നമ്മൾ ഉയരുന്നു. എന്നിട്ട് തക്ബീർ കെട്ടി ഒന്നാമതന്നെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ് എന്നുള്ള പ്രഖ്യാപനം. എന്നുവെച്ചാൽ ഞാൻ നിസ്സാരനാണ് എന്ന്. മൂക്കിലേക്ക് കയറിക്കഴിഞ്ഞ അവശിഷ്ടം പുറത്തിറക്കാൻ കഴിയാതെ മരണത്തെ ദയനീയമായി സ്വീകരിക്കേണ്ടി വരുന്ന വളരെ ദുർബലനാണ് എന്നർത്ഥം. ഉള്ളിലേക്ക് വലിച്ചെടുത്ത ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തു വരാൻ 1-2 മിനിറ്റ് എടുക്കും. ആ മിനിറ്റിൽ ആ ഒരു ക്രിയ സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പിണം. പിന്നെ വാപ്പാന്ന് പറഞ്ഞാൽ വാപ്പാന്റെ മയ്യത്ത് എന്ന് പരാമർശിക്കപ്പെടും.